റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പ്രവർത്തനം ആരംഭിക്കാതെ കേരളത്തിലെ ഏറ്റവും വലിയ വാന നിരീക്ഷണ കേന്ദ്രം. 2.60 കോടി രൂപ ചെലവഴിച്ച് മലപ്പുറം താനൂർ ഫിഷറീസ് സ്കൂളിലാണ് വാന നിരീക്ഷണ കേന്ദ്രവും ജ്യോതിശാസ്ത്ര പഠന കേന്ദ്രവും വികസിപ്പിച്ചെടുത്തത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിട്ടും പൊതുജനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്കൊന്നും ഇത് തുറന്നു നൽകിയിട്ടില്ല എന്നാണ് പരാതി. നഗരസഭയും ഫിഷറീസ് വകുപ്പും കേന്ദ്രം ഏറ്റെടുക്കുന്നില്ല എന്ന ആരോപണവും ശക്തമാണ്. വാന നിരീക്ഷണ കേന്ദ്രം വളരെ ആഘോഷപരമായിട്ടാണ് ഇതിൻ്റെ ഇനാഗ്രേഷനൊക്കെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ തുടർ നടപടി എന്നുള്ള രീതിയിൽ ഇത് ബന്ധപ്പെട്ട നഗരസഭയോ അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റോ ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറണം. നഗരസഭ ഏറ്റെടുക്കുകയാണെങ്കിൽ നഗരസഭ തനതായിട്ട് കാര്യങ്ങൾ നടത്തണം. ഈ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിനിടെ എത്രയോ കിലോമീറ്റർ അകലെ അകപ്പെട്ട് കഴിഞ്ഞാൽ, കടലിനകത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ അവരെ നിരീക്ഷിക്കാൻ പോലും അത്രയും കപ്പാസിറ്റിയുള്ള 3 ക്യാമറ ഇതിൻ്റെ അകത്തുണ്ട്. അത് ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത രീതിയിൽ കിടന്ന് നശിക്കുന്നത് കാണുമ്പോൾ അത് വളരെ അധികം പ്രയാസമാണ്. ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഏറ്റെടുത്തുകൊണ്ട് ഇതുപോലത്തെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. സോണൽ കൃഷ്ണയുണ്ട് വിവരങ്ങൾ നൽകാൻ. സോണൽ, ഈ വാന നിരീക്ഷണ കേന്ദ്രം വലിയ അഭിമാന പദ്ധതിയായി അവതരിപ്പിച്ചതാണ്. 2.5 കോടി രൂപയ്ക്ക് മുകളിൽ ചെലവ് വന്നതാണ്. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിട്ടും ഇത് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും തുറന്നു കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് പിന്നെ എന്തിനാണ് അത്തരത്തിൽ നിർമ്മിച്ചത്? ഇതെന്തിനാണ് ഇത് കൊണ്ടാടിയത്? ആരുടെ വീഴ്ചയാണ്? എന്താണ് ഇതിനൊരു പരിഹാരം? സോണൽ, പ്രധാനമായും പറയേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ വാന നിരീക്ഷണ കേന്ദ്രം, അതായത് ഇന്ത്യയിൽ തന്നെ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഡോമോട് കൂടിയിട്ടുള്ള ഒരു വാന നിരീക്ഷണ കേന്ദ്രമാണ് മലപ്പുറം ജില്ലയിലെ താനൂര് ഫിഷറീസ് സ്കൂളിൽ വി അബ്ദുറഹിമാൻ MLA ആയിരുന്ന സമയത്ത് സ്ഥാപിച്ചത്. ഏകദേശം 4 മാസം മുമ്പ് ഇതിന്റെ ഉദ്ഘാടനം കഴിയുകയായിരുന്നു. 2.60 കോടി രൂപ ചെലവിലാണ് ഈ ഒരു വാന നിരീക്ഷണ കേന്ദ്രവും ജ്യോതിശാസ്ത്ര പഠന കേന്ദ്രവും ഇതിനോടനുബന്ധിച്ച് തുടങ്ങുന്നത്. അതായത് ഗവേഷക വിദ്യാർത്ഥികൾക്ക്, പൊതുജനങ്ങൾക്ക് വാന നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഫലം വരുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ് എന്നേക്ക് 5-ാം മാസമാകുമ്പോഴും അത് പൊതുജനങ്ങൾക്കായി അല്ലെങ്കിൽ ഗവേഷണ വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. താനൂരിനെ സംബന്ധിച്ച്, മലപ്പുറത്തെ സംബന്ധിച്ച് അഭിമാന പദ്ധതിയായി കൊണ്ടുവന്ന ഒരു പദ്ധതി അത് നഗരസഭ ഏറ്റെടുക്കാതെ നിൽക്കുന്നു, ഫിഷറീസ് വകുപ്പ് ഏറ്റെടുക്കാതെ നിൽക്കുന്നു. ഇതിലേതെങ്കിലും ഒരു വകുപ്പ് ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നഗരസഭയുടെ ഭാഗത്ത് നിന്ന്, താനൂർ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ, അവിടെ സ്ഥിരം ഒരു സ്റ്റാഫിനെ നിയമിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക്, അവിടെ എത്തുന്ന പൊതുജനങ്ങൾക്ക് ഈ വാന നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ജ്യോതിശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ അറിവുകൾ ലഭിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കടലിൽ അകപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അവരെ നിരീക്ഷിക്കാൻ തക്ക സംവിധാനമുള്ള ക്യാമറകൾ ആ റൂമിലുണ്ട് എന്നുള്ള കാര്യം കൂടി അന്ന് ഉദ്ഘാടന സമയത്ത് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞതായിരുന്നു. പക്ഷേ അത് തുറന്ന് പ്രവർത്തിക്കാത്തത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച്, നാട്ടുകാരെ സംബന്ധിച്ച്, ഗവേഷക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എന്തായാലും നഗരസഭ ഒന്നുകിൽ ഇത് ഏറ്റെടുത്ത് നടത്തണം, അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പ് ഇത് ഏറ്റെടുത്ത് നടത്തണം. ഏതെങ്കിലും ഒരു വിഭാഗം ഇത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായാൽ മാത്രമേ ഈ പദ്ധതിയുമായി ഏകദേശം 2.60 കോടിയിലധികം രൂപ ചെലവഴിച്ച ഈ പദ്ധതിയുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുജനങ്ങൾക്കായിട്ട് ഇത് തുറന്നു കൊടുക്കേണ്ടതിന്റെ അനിവാര്യതയും വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലാണ് താനൂർ പരപ്പനങ്ങാടി മേഖലയിൽ ഒട്ടനവധി ബോട്ടുകൾ, മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾ കാലാവസ്ഥ വ്യതിയാനം മൂലം അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായത്. അതിനൊക്കെ ഗുണം ചെയ്യുന്ന ഒരു വലിയ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് അത് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ട സംവിധാനം ഒരുക്കുന്നില്ല സർക്കാർ എന്ന് പറയുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്, തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിൽ എത്രയും പെട്ടെന്ന് ഒരു ഇടപെടൽ വേണം എന്നുള്ളതാണ് ആ പ്രാദേശികവാസികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, ഗവേഷക വിദ്യാർത്ഥികളുടെ ഒരു പൊതുവായിട്ടുള്ള ആവശ്യം. ഷിഹാസ. ശരി, സോണൽ കൃഷ്ണയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.